ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്ന വല്ലാത്ത ആശയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി ഒരൊറ്റ സംഭവം ഞാൻ ഉദ്ധരിക്കട്ടെയോ? മഹാനായ സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരിക്കൽ ആ സങ്കടപ്പെട്ടതിന്റെ ആ തീക്ഷ്ണതയും അതിന്റെ വൈകാരികതയും എത്രമാത്രം ഭീകരായിരുന്നു. എപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന രംഗമുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫാന്റെ അരികിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അവിടുന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്, നബിയേ, ഞാനിപ്പോൾ അങ്ങേരുടെ അരികിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഞാനിപ്പോ വന്നിരിക്കുന്നത് അങ്ങയോട് രണ്ട് കാര്യം പറഞ്ഞു തരാനാണ്. ഒന്ന് നരകത്തെപ്പറ്റി പറയാനും മറ്റൊന്ന് സ്വർഗത്തെപ്പറ്റി പറയാനുമാണ് നബിയെ. അത് പറഞ്ഞു തരാനാണ് അള്ളാഹു എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹിയോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതങ്ങ് പറഞ്ഞു കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ നീ പറ ജിബ്രീലേ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ ആരംഭിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ആരംഭിച്ചു തുടങ്ങിയത് സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടാ. സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടങ്ങ് ആരംഭം കുറിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, സ്വർഗത്തിന് 8 വാതിലുകളാ. ഓരോ വാതിലിലൂടെ കടക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് സുവിദിതമായി വ്യക്തമായി പറഞ്ഞു കൊടുത്തു മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടൊക്കെ പറഞ്ഞു കൊടുത്തു, വ്യക്തമായും വളരെ വിശദമായും പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പോ സ്വർഗം 8 കറക്റ്റായി പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നരകത്തെ പറ്റി പറയാൻ ഒരുങ്ങുകയാ. എന്നിട്ട് പറഞ്ഞു, നരകത്തിന് 7 വാതിലാ. നരകത്തിന് 7 വാതിലാണ് നബിയേ. നരകത്തിന് 7 വാതിലാണെന്ന് പറഞ്ഞിട്ട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ 7 വാതിലുകളിൽ ഓരോന്ന് വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം 6ാമത്തെ വാതിലങ്ങ് പറഞ്ഞു കഴിഞ്ഞ പാടെ ഫസകത ജിബ്രീലു, സയ്യിദുനാ ജിബ്രീൽ പിന്നെ മിണ്ടുന്നില്ല. ഫസകത ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ പിന്നെ മിണ്ടാട്ടമില്ല. ജിബ്രീലിന് പിന്നെ മിണ്ടാട്ടമില്ല. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, യാ ജിബ്രീൽ, നീ എന്നോട് പറഞ്ഞത് 6 വാതിൽ എന്നല്ല, നരകത്തിന് 7 വാതിലുണ്ടെന്നല്ലേ? എന്നിട്ട് 6 നീ പറഞ്ഞുള്ളൂ. അതേ നബിയെ, ഞാൻ 6 പറഞ്ഞുള്ളൂ. അടുത്തത് കൂടി പറ. അത് ഞാൻ പറയില്ല, അങ്ങേക്ക് വിഷമമാകും എന്ന് പറഞ്ഞു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ പറഞ്ഞു, പ്രശ്നമില്ല, അത് ഞാൻ സഹിച്ചോളാം, പറ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, പറയില്ല നബിയെ, എനിക്ക് അങ്ങയെ കുറിച്ച് ഓർത്തിട്ട് അങ്ങേക്കത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാലും പറ ജിബ്രീലേ, നിങ്ങൾ അങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ്, ഞാൻ പറയാം. എന്നിട്ട് നബി തങ്ങളോട് പറയാണ്, ആ 7ാമത്തെ നരകത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് ലി അഹ്ലിൽ കബായിർ മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട അങ്ങേയറ്റം കുരുത്തക്കേട് കളിക്കുന്ന, നിങ്ങളുടെ ഉമ്മത്തിലെ വൻപാപം ചെയ്യുന്ന വൻദോഷികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കടക്കാനുള്ള നരകത്തിന്റെ വാതിലാണ് 7ാമത്തെ വാതിലെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതങ്ങ് പറഞ്ഞ് കേൾക്കേണ്ട താമസം ഹബീബ് പിന്നെ തറയിൽ ബോധരഹിതനായി വീണിട്ടുണ്ട്. ഒരാളെപ്പോഴാ ബോധം കിടുക? അതിന് മാത്രം മനസ്സിന്റെ ഉള്ളിലേക്ക് സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ, ആ ബന്ധത്തിന്റെ രൂഢത അങ്ങേയറ്റം രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ബോധം കൊടുള്ളൂ. ഹബീബ് ആകെ ഫ്ലാറ്റായി പോയി. ഹബീബിന് പിന്നെ ഒന്നും ഓർമ്മയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ കുറെ കാത്തിരിക്കുകയാണ് റസൂലുള്ളാഹിക്ക് ബോധം വരാൻ. അങ്ങനെ ബോധം വന്നു. ഹബീബ് നബിയോട് ബോധം വന്നതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി കരച്ചിലാണ്, മുഴുവൻ കരയന്നെ. അങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ജിബ്രീൽ ആയത്തിറക്കുന്നത്. എന്ത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയേ, അങ്ങ് ഇങ്ങനെ സങ്കടപ്പെടല്ലേ.
അങ്ങയുടെ സങ്കടങ്ങൾക്കെല്ലാം, അങ്ങയുടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു നാളെ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നാളെ അള്ളാഹു അവിടെ വെച്ച് തരാൻ കാത്തിരിക്കുകയാ. എവിടെ വെച്ച്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച്, ആഖിറത്തിൽ വെച്ച് നിങ്ങൾക്ക് കണ്ടമാനം തരും നബിയേ, അങ്ങയുടെ ഉമ്മത്തിനും തരും നബിയേ. ഇതങ്ങ് കേട്ടപ്പോ സത്യത്തിൽ റസൂലുള്ളാഹി സമാധാനിക്കുമെന്ന ജിബ്രീൽ കരുതിയത്. അവിടുന്ന് പറഞ്ഞൊരു വർത്തമാനം ഇന്നും ഞാനും നിങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ കൂറിയിട്ടിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ കരച്ചിൽ വരും. പുണ്യ നബിനെ ഓർമ്മിക്കുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? ലാ അർള, ആയത്തിലുള്ളത് തർള തർള വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയേ, അങ്ങേക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ ഒരുപാട്, ഈ ഉമ്മത്തിനും ഒരുപാട് അല്ലാഹു ചെയ്യും. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തൃപ്തിയാകും. തർള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവും. അപ്പൊ റസൂലുള്ളാഹി പറയാ, എനിക്ക് തൃപ്തിയാവൂല. നിങ്ങൾക്ക് തൃപ്തിയാകുമെന്ന ആയത്തിറങ്ങുമ്പോൾ ഫതർലാ, അപ്പൊ റസൂലുള്ളാഹി പറയാനില്ല അല്ലാഹ് എനിക്ക് തൃപ്തിയാകൂല ജിബ്രീലേ. അള്ളാഹിനോട് പറയണം, ജിബ്രീലേ ഈ മുഹമ്മദിന് തൃപ്തിയാകൂല, പൊരുത്തമില്ല. ലാ അല്ലാഹ് വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ, നരകത്തിൽ ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് കടന്നാൽ, ശാശ്വതവാസിയായി നരകത്തിൽ കടന്നാൽ ഈ മുഹമ്മദിന് പൊരുത്തമില്ലെന്ന് പറയണം റബ്ബിനോട് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അള്ളാന്റെ കോടതിയിൽ വാദിച്ച അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലക്ക് ഈ ഉമ്മത്തിനെ സ്നേഹിച്ച ആളാണ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ഇന്നൊക്കെ നമ്മുടെ കുരുത്തക്കേട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കയ്യും കണക്കുണ്ടാവില്ല. അതിന് മാത്രം തെറ്റുകുറ്റങ്ങളിൽ വ്യാപൃതരായി കഴിയുക. ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്കിടയിൽ ചില ആളുകൾ പറയുന്നത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവർക്ക് പറഞ്ഞോളൂ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദിൻ ലക അഷ്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. അത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം വരാനുള്ളത്? ഇവർ പറയുന്നത് മഹാഷിർക്കിലേക്ക് അള്ളാന്റെ ഹബീബിനോട് നേരിട്ട് ശിക്കായത്ത് ബോധിപ്പിക്കുകയല്ലേ. ഇവിടെ പൊറുക്കലിനെ തേടുക എന്നല്ല പറയുന്നത്, എൻ്റെ പാപം അങ്ങ് പുറത്തു തരണം എന്നല്ല പറഞ്ഞത്. ഇനി അങ്ങനെ ആണെങ്കിൽ അതിനുള്ള മറുപടി നമുക്ക് വേറുണ്ട്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ മൗലൂദിന്റെ ഈ മഹത്തായ മൗലിദ് കിതാബുകളിൽ രചിക്കപ്പെട്ട വിരചിതമായിട്ടുള്ള ഹബീബ് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ നമ്മളെ കേൾപ്പിച്ച് നമ്മളെ ആനന്ദം കൊള്ളിച്ച് നമുക്ക് വല്ലാത്ത കുളിരണിയിപ്പിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ ഇല്ലാണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കുടില തന്ത്രങ്ങൾ അത് തിരിച്ചറിയണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഒന്ന് ഓർക്കണേ. നോക്കൂ ഇങ്ങോട്ട് നോക്കണേ. ആരെങ്കിലും എന്തെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും തട്ടിവിടുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ഈമാൻ ഇളകിപ്പോകണ്ട. മനസ്സിലാക്കണം, ഇവിടെ ലക അഷ്കു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഹബീബിനോട് നമ്മൾ വേവലാതി പറയുന്നതിന് എന്ത് തകരാറാവുള്ളത്? നമ്മളോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞത് അല്ലല്ലോ, നമ്മുടെ ഹബീബല്ലേ. അള്ളാഹ് നേരിട്ട് ഒരാളോട് സംസാരിക്കൂല. ഒരാളോട് അള്ളാഹു നേരിട്ട് സംവേദന ഈ ഇരിക്കണ ആരോടെങ്കിലും പടച്ചോ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? നുണ പറയരുത്, നമ്മുടെ ഹബീബാണ് നമ്മോട് പറഞ്ഞത്. കള്ള് കുടിക്കരുത്, നമ്മുടെ ഹബീബാണ് പറഞ്ഞത്. വ്യഭിചരിക്കരുത്, ഹബീബാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നമ്മളിലേക്ക് വിട്ടതാ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ആളോട് നബിയെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ സംഗതി ഞങ്ങളൊക്കെ ആകെ അതൊക്കെ തകിടം മറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടാ ആ സങ്കടങ്ങളെ ബോധിപ്പിക്കുകയാണെന്ന് പറഞ്ഞതിന് എന്ത് തെറ്റാ ചങ്ങന്മാരുള്ളത്? ഇതൊക്കെ ഇതിനൊക്കെ വലിയ IAS ബുദ്ധി വേണം മനസ്സിലാക്കാൻ. ഒരാളോട് ഇപ്പൊ ഇപ്പൊ ഒരു പുതിയ സാധനം ഇറങ്ങിക്കണ്, പൊരുത്തപ്പെടിപ്പിക്കൽ അല്ലെങ്കിൽ പൊറുക്കലിനെ തേടൽ അള്ളാഹുവോട് മാത്രം. ഇത് കുറെ സാധനം ഇങ്ങനെ ഇറങ്ങാണ്. ഇത് ഇബ്ലീസ് ഇങ്ങനെ ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പുതിയൊരു സാധനം ഇപ്പൊ കണ്ടത് പൊറുക്കലിനെ തേടൽ അള്ളാഹുവോട് മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോണ ആൾക്കാർ പറയാറില്ലേ
ഞാനേ പലതുണ്ടിരിക്കുന്നൊക്കെ വന്നു പോയിട്ടുണ്ടാവും, പുറത്തു തരണട്ടാ. അവന് പുറക്കലിനെ തടണം അള്ളഹാനോട് മാത്രമാക്കി. അപ്പോൾ എന്തിനാ അയ്മനോട് പുറക്കലിനെ തേടിയത്? ബാപ്പാനോട് ബാപ്പേ ഞാൻ കുറേ ഞങ്ങൾ പലത് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം. പൊറുക്കലിനെ തേടുന്ന ബാപ്പാനോട് പൊറുക്കലിനെ തേടില്ലേ? ഉസ്താദേ ഞങ്ങൾ പറഞ്ഞൊക്കെ ധിക്കരിച്ചാണ്ട് പലതും ചെയ്ത് പൊരുത്ത് തരണട്ടാ. ഇത് പഠിച്ചവനോട് പറഞ്ഞു. അപ്പോൾ എന്നെ എന്തിനാ ഉസ്താദിനോട് പറയുന്നത്? ഇതൊക്കെ വെറുതെ എന്താണെന്നറിയാം, ഇതൊക്കെ ഈമാൻ ഫസാദാക്കാൻ വേണ്ടി ഈ ഇബ്ലീസ് ഇങ്ങനെ ചെയ്യാണ്, ഈ സാധുക്കൾ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പൊറുക്കലിനെ തേടാൻ നമ്മളെല്ലാവരും പറയണ വാക്കന്നല്ലേ. മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. നമ്മളൊക്കെ തെറ്റ് ചെയ്ത റഹ്മാനായ റബ്ബിനോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു, ശരിയാണ്. പക്ഷെ ഹബീബ് റസൂലുള്ള ഇടപെട്ടാൽ ആ വിഷയം ഒന്നുകൂടി സുതാര്യമാകും. അതാണ് വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് ഫസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്താണ്. അവർ തെറ്റു ചെയ്തിട്ട് അങ്ങയുടെ മുമ്പിൽ വരും, എന്നിട്ടോ അള്ളാഹുവോട് പൊറുക്കലിനെ തേടാൻ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് അവർ അള്ളാഹുവോട് പൊറുക്കൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി അവർ നിങ്ങളോട് പറയും, റസൂൽ, ഈ റസൂലായ നിങ്ങളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അപ്പോൾ അള്ളാഹു ആ ഇടപെടുന്നുണ്ടല്ലോ നിങ്ങൾ എന്ന് കരുതി ഒന്നുകൂടിയും അവർക്ക് പവറിൽ അതങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കും. എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ പാപികളാണ്, മഹാപാപികളാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളാൽ നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും ഹബീബ് റസൂലുള്ള പ്രത്യേകമായി നാളെ രക്ഷപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ട് എന്ന് അവിടുത്തെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാണ്? നാളെ നമുക്ക് വരാനിരിക്കുന്ന സിറാത്ത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതിനിടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, സിറാത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈമാൻ സലാമത്തായിട്ട് വളരെ റാഹത്തിൽ നമുക്കൊക്കെ മരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. മരണം ഹൈറാകുന്ന നേരം കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി റാഹത്തോടുകൂടി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം. അതുണ്ടാകാൻ വേണ്ടിയിട്ട് നേരത്തെ നാം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ലഖദ് ജാഅ, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആയത്താണ്. അതിനൊരുപാട് മഹത്വങ്ങളാണ്. അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാലും അതെവിടെയും എത്തുകയില്ല. അതിന് മാത്രം ആ ആയത്ത് വലുതാണ്. സിറുൽ ഖുർആൻ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ആയത്താണ്. ഖുർആനിന്റെ രഹസ്യമാണ് ലഖദ് ജാഅക്കും റസൂലുൻ എന്ന് പറയുന്ന തൗബയിലെ അവസാനത്തെ ആയത്തുകൾ. അത് ഖുർആനിന്റെ രഹസ്യമാണ്. അതിലെന്താണ് എന്നുള്ളത് ആർക്കും അങ്ങ് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ഒരു കാര്യം കേട്ടോളി, 41 തവണ ഒരു ദിവസം ഒരാൾ അത് പതിവാക്കിയാൽ, അതായത് മരിക്കുവോളം അയാളുടെ ജീവിതത്തിൽ 41 തവണ ഒരു ദിവസത്തിൽ അതിനെ പതിവാക്കി കൃത്യം എണ്ണം വെച്ച് പോന്നാൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ആ അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്നതിന് മുമ്പായി ഹബീബ് റസൂലുള്ളാഹിനെ എന്തായാലും അയാൾ കാണാതിരിക്കുകയില്ല. ഒന്നുകിൽ യഖ്ലത്തിലോ അല്ലെങ്കിൽ മനാമിൽ കിനാവിലോ ഹബീബിനെ കാണാതെ അയാൾക്ക് മരിക്കാൻ കഴിയില്ല എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനെന്താ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട മഗ്രിബ് നിസ്കാര ശേഷം 10 തവണയും സുബഹി നിസ്കാര ശേഷം 10 തവണയും ളുഹർ അസർ ഇശാ നിസ്കാരങ്ങൾക്ക് ശേഷം 7 വീതവും, അവ 321 ളുഹറും അസറും ഇശാവും 321. പിന്നെ മഗ്രിബും പിന്നെ നമ്മൾ പറഞ്ഞ സുബഹിയുമാണ്. മഗ്രിബ് സുബഹിയും 10 വട്ടം, അപ്പോൾ 20 20ഉം 21ഉം 41. അങ്ങനെ ഒരു ദിവസം മിനിമം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയുന്ന രീതിയിലുള്ള എണ്ണം പരിപാലിച്ചു പോരുക. പിന്നെ നമുക്ക് ഇഷ്ടം മാതിരി യഥേഷ്ടം ഈ ആയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ആയത്താണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എല്ലാവരും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇനി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്ന് ചൊല്ലുന്ന മൗലൂദിന്റെ ലോജിക്ക് എന്താ? എല്ലാ മൗലൂദിനും ഒരു ലോജിക്കുണ്ട്. മൗലൂദ് എന്തിനാണ് എഴുതപ്പെട്ടത്? ഒരാളെപ്പറ്റി നമുക്ക് പറയണം എങ്കിൽ ആ മനുഷ്യനെ പറ്റി അറിയണ്ടേ? അല്ലാഹു തആല പറഞ്ഞത് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ, ഒരു വ്യക്തിയെ പറ്റി പറയണമെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ 2 വഴിയാണ്. ഒന്നുകിൽ കാണണം അല്ലെങ്കിൽ കേൾക്കണം.
കാണാൻ നമ്മളെ കൊണ്ട് എന്തായാലും കഴിയൂല അല്ലേ? ഹബീബ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബിമാരുടെ ഏറ്റവും വലിയ മൗലൂദ് എന്ത് എന്ന് ചോദിച്ചാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ ഇരിക്കുക, അതായിരുന്നു അവരുടെ മൗലൂദ് എന്നാണ്. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബിമാരിൽ പ്രമുഖരും പ്രധാനികളുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സദസ്സിൽ നിന്ന് പൊന്നാര നബി തങ്ങൾ പറയുന്ന ഒരു വർത്തമാനം എന്താണ്? സലാസ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ, 3 കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഈ 3 കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, ഒന്ന് അത്വീബ്, ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് എൻ്റെ ഭാര്യമാരാണ്, മൂന്നാമത്തത് സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് സംവദിക്കലാണ്. ഈ 3 കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് പറഞ്ഞു കഴിയേണ്ട താമസം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുന്നിലുണ്ടല്ലോ. അബൂബക്കർ തങ്ങളുടെ നേർക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചൊരു ചോദ്യമാണ്, അബൂബക്കറെ നിങ്ങൾക്കിഷ്ടം എന്താണ്? അബൂബക്കറെ നിങ്ങൾക്കിഷ്ടം എന്താണ്? അബൂബക്കറെ നിങ്ങൾക്കിഷ്ടം എന്താണ്? അബൂബക്കറെ നിങ്ങളുടെ ഇഷ്ടം പറയൂ അബൂബക്കറെ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മറുപടി പറയുകയാണ്, നബിയേ എനിക്കും 3 കാര്യങ്ങളാണ് നബിയേ ഇഷ്ടം. എനിക്ക് 3 കാര്യങ്ങളാ. അതെന്താ? അന്നളുറു ഇലാ വജ്ഹികൽ കരീം, അങ്ങേരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്നതാണ് ഈ അബൂബക്കറിന്റെ ഏക താല്പര്യം നബിയേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് നബിയേ ഈ അബൂബക്കറിന്റെ താല്പര്യം എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് നബിയോട് പരിശുദ്ധ ഹബീബിന്റെ ഏറ്റവും വലിയ ചങ്ങാതി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയൊക്കെ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ കറപുരണ്ട് കിടക്കുന്ന ഹൃദയത്തെ അല്ലാഹു പ്രശോഭിതമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ മനസ്സിലാക്കണം, സിദ്ദീഖുൽ അക്ബർ എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ അല്ലാഹുവിൻ്റെ അടുക്കൽ എത്ര വലിയ സ്ഥാനീയനാണെന്നോ. വലിയ ഇബാദത്ത് കൊണ്ടൊന്നല്ല സിദ്ദീഖ് തങ്ങൾ അങ്ങ് എത്തിയത്, മറിച്ച് ഇഷ്ഖു മുഹമ്മദിൻ, ഹബീബിനോടുള്ള വല്ലാത്ത ഇഷ്ഖാണ്, അടങ്ങാത്ത പ്രേമമാണ്, ഒടുങ്ങാത്ത പ്രേമമാണ്. മനസ്സിലാക്കണം. ഒരിക്കൽ സയ്യിദത്തുന ഫാത്തിമ മോളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് സയ്യിദുന അബൂബക്കർ. ഓർക്ക പറഞ്ഞോളൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എപ്പോ? ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഫാത്തിമ ബീവി ക്ഷീണിതയായി വീട്ടിൽ കിടന്നിങ്ങനെ അവിടെ കട്ടിലിൽ കിടപ്പാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രധാനമന്ത്രിയാണ്. മനസ്സിലാക്കണം, ജസീറത്തുൽ അറബിന്റെ ഭരണാധികാരിയാണ്. ഹബീബ് റസൂലുള്ളാഹിന്റെ സ്ഥാനം ഇന്ന് അലങ്കരിക്കുന്നത് അബൂബക്കർ തങ്ങളാ. ആ അബൂബക്കർ തങ്ങൾ ചെന്ന് നിൽക്കുന്നത് നട്ടുച്ച നേരമാണ്. അറബ് നാട്ടിലെ സൂര്യന്റെ തപിക്കുന്ന ചൂട് എത്രമാത്രമാണെന്ന് നമുക്ക് പോയവർക്കറിയാലോ. എന്തൊരു ചൂടാണല്ലോ. ആ മഹാനായ സിദ്ദീഖ് തങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഫാത്തിമ മോളുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒരു സാധുവായ അടിമ ഇങ്ങനെ നിൽക്കും പോലെ പ്രധാനമന്ത്രിയാണ് നിൽക്കുന്നതെന്ന് ഓർമ്മിക്കണം. ഒരുപാട് നേരമായി വിയർത്തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഫാത്തിമ ബീവിന്റെ ഡോറിൻ തുറന്നിട്ടൊരു പെണ്ണ് പുറത്തേക്ക് വരുന്നത്. ഫാത്തിമ ബീവിന്റെ പരിചാരികയാണവർ, ഫാത്തിമ ബീവിന്റെ സെർവന്റാണ്. എന്താണ് ഖലീഫക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. ഖലീഫക്ക് എന്തു പറ്റി? മാലക്കയ ഖലീഫ എന്താണ് അങ്ങേക്ക് പറ്റിയത്? അപ്പോൾ കരഞ്ഞ് വളരെ വിഷമത്തോടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ സങ്കടത്തിലാണ്. പൊന്നാര ഫാത്തിമാക്ക് എന്നോട് എന്തോ വെറുപ്പുണ്ട് എന്ന് ആരോ പറയുന്നതായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എനിക്കത് ഇപ്പം ഇവിടുന്ന് തീരുമാനമായി കിട്ടണം, അല്ലാണ്ട് ഈ അബൂബക്കർ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു. കേട്ടപാടെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിന്റെ പരിചാരികയായ ആ പെണ്ണ് ഫാത്തിമ ബീവി കിടക്കുകയാണ് റൂമിൽ. അവിടേക്ക് പോയിട്ട് ചോദിക്കുകയാണോ, ഫാത്തിമ ഖലീഫ പുറത്തു വന്ന് കുറെ നേരമായി നിൽക്കുന്നുണ്ട്.
അബൂബക്കർ തങ്ങളോ? അതെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുറത്തു വന്ന് കുറെ നേരമായി വീർത്തൊലിക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ അങ്ങേക്ക് ആ സിദ്ദീഖ് തങ്ങളുമായി എന്തോ ദേഷ്യമോ വെറുപ്പോ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സങ്കടത്തിൽ വന്നതാണ് ഖലീഫ. അതുകൊണ്ട് തീരുമാനം പറയണം. നിങ്ങൾക്ക് വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, മനസ്സിൽ ടെൻഷൻ കുടുങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു വെറുപ്പ് അബൂബക്കർ തങ്ങളുമായിട്ടുണ്ടോ എന്നുള്ളത് അറിയാനാ വന്നത് എന്ന്. അപ്പോൾ ഉടനെ തന്നെ ഫാത്തിമ ബീവി എണീറ്റുകൊണ്ട് പറഞ്ഞത്രേ, അനറാളിയാ എനിക്കങ്ങനെ ഒരു വേഷമില്ല, ഒരു ദേഷ്യമില്ല, എനിക്കൊരു വിദ്വേഷവുമില്ല, എനിക്ക് യാതൊരു പകയുമില്ല, ഒരു പ്രശ്നവുമില്ല, ആ കുടുംബത്തോട് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അനറാളിയാ എന്നങ്ങ് കേട്ടപാടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ആ പെണ്ണ് ഓടി വരികയാ. എന്നിട്ട് പറഞ്ഞു, അവര് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ബീവി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട്ടൊരു കുഴപ്പമില്ലാന്ന്, ഒരു പ്രശ്നമില്ലാന്ന്. ഇതങ്ങ് കേട്ടപാടെ അബൂബക്കർ തങ്ങൾ പിന്നെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യണത്ര, അല്ലാഹുവേ ഇനി ഇവിടെ നിന്നും മരിച്ചു പോകലാണ് ഇഷ്ടം. കാരണം എന്റെ പൊന്നാര ഹബീബിന്റെ പൊന്നുമോൾക്ക് എന്നോടൊരു വെറുപ്പുമില്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ അങ്ങ് മരിച്ചു പോകലാണ് ഈ സിദ്ദീഖിന് പൂതി. ഈ സിദ്ദീഖിന് ഇനിയുള്ള കാലം ജീവിക്കലല്ല ആഗ്രഹം. ഇത് കേട്ടിട്ട് ഈ സംതൃപ്തിയോടെ മരിക്കലാണ് ഈ അബൂബക്കറിന്റെ മോഹമെന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എനിക്കൊരൊറ്റ ആഗ്രഹം, ഹബീബ് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കുടുംബത്തെ നിങ്ങൾ മൈൻഡ് ചെയ്യണം, എൻ്റെ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് വേറെ ഒന്നും പറയാനല്ല, എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, അത് മാത്രമേ എൻ്റെ പ്രതീക്ഷയുള്ളൂ, ഞാൻ അതേ നിങ്ങളോട് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇവർക്കൊക്കെ ഹബീബിനോട് എന്തായിരുന്നു ആ പുണ്യം, ആ മഹബത്ത് എന്തായിരുന്നു ഒന്ന് ഓർത്തു നോക്കുക. ആ ഷേബ് അബി ത്വാലിബ് ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ സഫാ മർവ, ആ സഫാ മർവന്റെ ആ ഒരു നടത്തം കഴിഞ്ഞാൽ മർവയിൽ നിന്ന് പുറത്തിറങ്ങും. അല്ലാഹു വിശുദ്ധ മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും നമ്മൾ എല്ലാവരും എത്തിക്കുമാറാകട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന കെ ജായേ യേ ജി ചാഹതാ ഹൈ, मदीना के जाए ये जी चाहता है, मुक़द्दर बनाए ये जी चाहता है, मुक़द्दर बनाए ये जी चाहता है. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अला മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശുദ്ധമായ സഫാ കുന്നിന്റെയും മർവാ കുന്നിന്റെയും പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ ഹജ്ജിന് വേണ്ടി പോകുന്നവരും ഉംറയ്ക്ക് വേണ്ടി പോകുന്നവരും ഈ സഅയ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് മുടിവെട്ടാനും മറ്റുമൊക്കെയായിട്ട് പുറത്തിറങ്ങാറുണ്ട്. നേരെ കാണുന്ന മല സങ്കടത്തിന്റെ മലയാണത്, കണ്ണീരിന്റെ മലയാണത്. ഷേബ് അബി ത്വാലിബ് എന്ന പേരിൽ ചരിത്രത്തിൽ എപ്പോഴും കറുത്ത അധ്യായം മാത്രം സമ്മാനിച്ച ഒരു മാമലയാണത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം ഉപരോധം, ഏതാണ്ട് 3 മാസത്തിലധികം ആ ഉപരോധം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് പോയേക്കാണ്. അവിടെ എന്താ ഉള്ളത്? ആടിന് പോലും തിന്നാൻ അവിടെ ഒരു മര്യാദക്ക് പുല്ലില്ല, ഒരു മര്യാദക്ക് ഇലയില്ല. അങ്ങനത്തെ സ്ഥലത്തേക്ക് ഹബീബിനെ കയറ്റിവിടാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ലടാന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂൽ തായിഫിൽ നിന്ന് വന്നപാടെ ഹബീബിനെ കഷ്ടപ്പെടുത്തുകയാണ് അവർ. എന്നിട്ടോ അങ്ങോട്ട് കയറിയിട്ട് ഇറങ്ങാൻ പറ്റൂല. ഹബീബ് റസൂലുള്ള അവിടുത്തെ ഇലകളും മറ്റും തിന്നിട്ട് ആട് കാഷ്ടിച്ചതുപോലെ, മൃഗങ്ങളുടെ കാഷ്ടം പോലെ പച്ചക്കളറായിരുന്നു പരിശുദ്ധ ഹബീബിന്റെ കാഷ്ടത്തിന് പോലും ഇന്ന് കിതാബുകളിൽ കാണുന്ന ആ സങ്കടത്തിന്റെ കണ്ണീരിന്റെ, നമുക്കെല്ലാവർക്കും എപ്പോഴും സങ്കടവും കണ്ണീരും സമ്മാനിക്കുന്ന മലയാണ് ഈ ഷൈബ് അബി ത്വാലിബിന്റെ മല എന്ന് പറയുന്നത്. ആ മലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ, മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കയറുന്ന സന്ദർഭത്തിലാണ് ഖുവൈലിദിന്റെ മകളായ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയോട് വന്നിട്ടുള്ള ചോദ്യം. ആര്? ഖുറൈശികൾ എന്താ ചോദിക്കണേ? യാ ഖദീജ, യാ ഖദീജ, യാ ഖദീജ,
ഞങ്ങൾ ഇന്ന് ബനു ഹാഷിം ഗോത്രക്കാർക്കെതിരെയാണ് ഉപരോധം, അവർക്കെതിരെയാണ് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ബനു അസദ് ഗോത്രമല്ലയോ, ബനു ഹാഷിം ഗോത്രമാണ്. യഥാർത്ഥത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിമാണ്, ബനു ഹാഷിം ഗോത്രമാണ്. നീയാണെങ്കിൽ ബനു അസദല്ലേ, നീ എന്തിനാ വെറുതെ പോയിട്ട് ആ മലന്റെ മേലെ ഇടങ്ങാറാകണത് എന്ന് ചോദിക്കുന്നുണ്ട് ഖദീജ ബീവിയോട്. പക്ഷെ ഖദീജ ബീവി പറഞ്ഞത് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് അങ്ങനെ തന്നെ ഒന്നും കഴിക്കാനും മറ്റൊന്നുമില്ലാതെ വെറും ഇലകൾ തിന്ന് ജീവിക്കലാണ് എൻ്റെ നിയോഗമെങ്കിൽ അത് ഞാൻ പുഷ്പം പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ അവിടുത്തെ പൊന്നാര ഭാര്യയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. അവരുടെയൊക്കെ മഹബ്ബത്ത് തന്നെയാണ് ഖദീജ ബീവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്തു നോക്കി, പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹിനെ ഇവരൊക്കെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചത് നമുക്കെല്ലാവർക്കും ആ ഹബീബിന്റെ മഹബ്ബത്തും ഇഷ്ടവും ഇങ്ങോട്ട് തിരികെ കിട്ടാനുള്ള പണികളിൽ വ്യാപൃതരാവുകയാണ് ഇത്തരം സദസ്സുകളിലൂടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ എടുക്കേണ്ട തീരുമാനം എന്നതാണ് എനിക്ക് ഇതിന്റെ ആത്യന്തികമായിട്ട് പറയാനുള്ളത്. പറയട്ടെ, പരിശുദ്ധ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആ നബിയുമായിട്ട് നമ്മൾക്ക് ഇവിടുന്ന് മാത്രമല്ല എല്ലാ സ്റ്റാറുകളും. ഇനി നോക്കുക, നേരത്തെ ഞാൻ ആഖിബത്ത് നന്നായിട്ട് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. ഹബീബിന്റെ പേരിൽ നമുക്ക് സ്വലാത്തിലൂടെ അവിടുത്തെ ബന്ധം സ്ഥാപിക്കണം, സ്വലാത്തിലൂടെ ബന്ധം സ്ഥാപിക്കണം. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇഷ്ടംമാതിരി സ്വലാത്ത് ചൊല്ലുന്നുണ്ടാവും. അള്ളാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. ആരെങ്കിലും 1000 വട്ടം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്കുണ്ടാവണം. എന്തു കണക്ഷനാ? പരിശുദ്ധ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നൊരു വാക്കുണ്ട്, അസ്ബതുകും അലസ്സിറാത്ത് അക്സറുകും അലയ്യ സ്വലാത്താ. ഇതൊക്കെ നമുക്ക് ഗ്യാരണ്ടി അല്ലേ? അസ്ബതുകും അലസ്സിറാത്തി അക്സറുകും അലയ്യ സ്വലാത്താ. ആ ഹദീസൊക്കെ ശരിക്കും മനസ്സിലങ്ങ് വെച്ചേക്കുക. അസ്ബതുകും അലസ്സിറാത്തി അക്സറുകും അലയ്യ സ്വലാത്താ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാണോ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവൻ അവനായിരിക്കും സിറാത്ത് പാലത്തിന്മേൽ നല്ല ഉറച്ച കാലുമായി മുന്നോട്ട് പോകുന്നവൻ എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ.